ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പം നമ്മളെ കാച്ചിലാണ് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് തൊടിയിലൂടെ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ കാച്ചിലിൻ്റെ വിത്തുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക കരിഞ്ഞുണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കുറച്ച് നട്ട് കൊടുത്തു കേട്ടോ. ചാക്കിൽ പഴയ ചാക്കുകൾ ഇരിക്കുന്നുണ്ട്. അപ്പം അതിലൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. മഴക്കാലം വരുമ്പോൾ നന്നായി മുള വരുമ്പോൾ നമ്മൾ ഒന്നും കൂടി കെയർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ ഏത് ഭാഗത്താണ് ഈ തയ്യെന്ന് നോക്കിയിരിക്കണം കേട്ടോ. അത് കുറച്ച് വലിയൊരു ചാക്കിലും കുറച്ച് മുന്നേ നട്ട് കൊടുത്തതായിരുന്നു. ചെറിയൊരു വിത്തായിരുന്നു നട്ട് കൊടുത്തത്. അപ്പോൾ അത് അത്യാവശ്യമൊക്കെ ഉണ്ടായി തോന്നുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ വള്ളികളൊക്കെ കയറി നല്ല വിത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചാക്കൊന്ന് കൊട്ടി കൊടുത്തിട്ടോ. അപ്പോൾ പെട്ടെന്ന് ചാക്കൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം അങ്ങനെ ഒരുപാട് ഡ്രൈ ആയിട്ടൊന്നുമില്ല, ഒരുപാട് മണ്ണ് ചേർത്തിട്ടില്ല, മണലും കരിയിലാണല്ലോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചാക്കുന്നത് കൊട്ടി ഇങ്ങോട്ട് അടർന്ന് വരും കേട്ടോ. അപ്പം നമുക്ക് ഇത് ചാക്കിലൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയുക ഒരുപാട് ഗുണമാണ് നമുക്ക്. അല്ലെങ്കിൽ മണ്ണിൽ നിന്നൊക്കെ കുഴിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാട് തന്നെയാണ്. നല്ല എന്താ പറയുക കാച്ചിലാണ് കേട്ടോ. കാവത്ത് എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റില്ലേ കാവത്താണ് ഇത്. അതിൻ്റെ തലഭാഗം ചെറുതായി ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കുറച്ച് വെണ്ണീറൊക്കെ ആക്കിയിട്ട് എന്താ പറയുക അത് ചാക്കിൽ ഇപ്പോൾ തന്നെ ചാക്കിലെ നട്ടതെങ്കിലും അവിടെയും അത്രയും വലുപ്പത്തിൽ തന്നെ നമുക്ക് ഈ കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ മണ്ണിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാതെ തന്നെ അത് വളർന്നു വരും. പിന്നെ എന്ന് വിചാരിച്ച് മാറ്റി വെച്ചാൽ ഒന്നും നടക്കില്ല കേട്ടോ. അപ്പം എന്നാൽ കുറച്ച് മമ്മൂട്ടിയുടെ ഡയലോഗ് കേട്ടിട്ടില്ലേ, കർഷകർ ചേറിൽ കൈവെക്കുക കാരണമാണ് നമ്മൾ ഇന്ന് ചോറിൽ കൈവെക്കണമെന്ന്. അത് ഒരുപാട് നല്ലൊരു ഡയലോഗ് തന്നെയാണ്. നമ്മൾ മണ്ണിലും ഒക്കെ കൈവെക്കുക കാരണമാണ് ഇപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള കാവത്തൊക്കെ നമുക്ക് പറിക്കാൻ പറ്റിയത്. അങ്ങനെ കുറച്ച് അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട്. മത്തിയാണ് കേട്ടോ. അത് ഇന്ന് മത്തിയും നമ്മളെ കാവത്തും അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായി കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ. അങ്ങനെ കാവത്ത് 2 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പകുതി മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് ബീഫൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ഒരു ദിവസം നമുക്ക് വെക്കാം. അതിൻ്റെ മണ്ണും ആരുകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ചാക്കിൽ തന്നെ ഒരു കൂവയുടെ ചെറിയൊരു തൈ ഉണ്ടായിരുന്നു കേട്ടോ. എങ്കിലും അതും ഉണ്ടായിട്ടുണ്ട്. ചെറിയ 2 കൂവ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അതിൽ തന്നെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ്. അങ്ങനെ എല്ലാം ശരിയാക്കി കഴുകി എടുക്കുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും നമ്മൾ ആ വെള്ളമൊക്കെ ഓരോ ബക്കറ്റിലാക്കി ഓരോ തയ്യൻ്റെ ചോട്ടിലും കൊണ്ടുപോയി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് മനസ്സ് വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ കാവത്തും പൂളയും പൂവയും എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. ചാക്കിൽ ആണെങ്കിലും ബക്കറ്റിലും നമ്മൾ പഴയ ഉപയോഗിക്കാത്ത പാത്രത്തിലൊക്കെ ഇത് ഫുള്ളായിട്ടും എന്താ പറയുക ഒരുപാടങ്ങ് മണ്ണും മണലൊന്നും ആവശ്യമില്ല. കുറച്ച് കരിയിലും മണ്ണും മാത്രം ഇട്ട് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമ്മളെ കാവത്തൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുകയാണ്, പച്ചമുളകും ചേർത്തിട്ട്. അതിന് ശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉലുവയും കടുകും വലിയ ജീരകവും ഒന്ന് പൊട്ടിച്ചടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് തക്കാളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം പുളി ഒഴിച്ച് കൊടുക്കുകയാണ്. അടിപൊളി ടേസ്റ്റോടുള്ള മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്.
ഒരു 15 മിനിറ്റ് നന്നായി ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീനൊക്കെ ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് വെന്തതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമ്മൾ മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കാവത്ത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി പാൽക്കാവത്തും അതുപോലെ തന്നെ മീൻകറിയും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കണം വിചാരിച്ചിരുന്നത്, പക്ഷേ തേങ്ങ ചിരവി എടുത്തപ്പോൾ മൂപ്പ് കുറഞ്ഞ തേങ്ങയാണ്, അപ്പോൾ അത് അരച്ചെടുക്കുകയാണ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.